വെൽക്കം ടു ദ പാർട്ട് 3 ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാറ്റർ. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഹാപ്പൻസ് വെൻ എ ന്യൂട്രൽ ആറ്റം ഓർ മോളിക്യൂൾ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്? ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ന്യൂട്രൽ ആറ്റം അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന് സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ആറ്റം ഒരു ന്യൂട്രൽ ആറ്റം എന്ന് പറയുമ്പോൾ ആസ് എ ഹോൾ ഇത് ചാർജ്ലെസ് ആണ്. പക്ഷേ ഇത് ചാർജ്ലെസ് ആസ് എ ഹോൾ ഇത് ചാർജ്ലെസ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അതേപോലെ നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോണുകൾ ഇതിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റും ഓർബിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ പറയും, നമ്മുടെ ഫിസിക്സിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ കെമിസ്ട്രീൻ്റെ ഭാഷയിൽ നമ്മൾ പറയും ദർ ഈസ് എൻ ഇലക്ട്രോൺ ക്ലൗഡ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറയും. ഓക്കെ, അപ്പം ആസ് എ ഹോൾ ഇത് ന്യൂട്രൽ ആണെങ്കിലും ഇവിടെ ആരുണ്ട്? ചാർജ് പാർട്ടിക്കിളായിട്ടുള്ള ന്യൂക്ലിയസും ഇലക്ട്രോണും ഉണ്ട്. ശരിയല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരെ മാത്രമായിരിക്കും? ചാർജ്ഡ് പാർട്ടിക്കിളിനെ മാത്രമായിരിക്കും. ശരിയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് എന്താണ്? ഇതൊരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഇവിടെ നടത്താൻ പോകുന്നില്ല, കാരണം നമ്മുടെ ആറ്റം ന്യൂട്രലാണ്. പക്ഷേ ഈ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാണ് ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവും? ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ അത് നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. സപ്പോസ് ഇതാണ് എൻ്റെ ഒരു ആറ്റം എന്ന് വിചാരിക്കാം. ഈ ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ സെൻറ്ററിലുണ്ട്, അതിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ സെൻറ്റർ, ഈ ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു പോയിന്റ് ആയിട്ട് എടുക്കാം അല്ലേ? ഒരു സ്ഫിയർ ആണെങ്കിൽ അതിൻ്റെ അപ്രോക്സിമേറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ എടുക്കുന്ന ഈ ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസിൻ്റെ ആ പോയിന്റ് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് പറയാം ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ആറ്റംസ് ആർ കോയിൻസൈഡ് ഇൻ ദ സെയിം പോയിന്റ്. അതായത് അല്ലെങ്കിൽ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ആർ കോയിൻസൈഡ്സ് ഓൺ എ സിംഗിൾ പോയിന്റ്. ഓക്കെ, അപ്പം ന്യൂട്രൽ ആറ്റത്തിന് ഇനീഷ്യലി എന്തില്ല എന്ന് മനസ്സിലായി? ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവില്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചാർജിൻ്റെയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജിൻ്റെയും പ്രൊഡക്റ്റാണ്. ഇവിടെ രണ്ട് സെൻറ്ററുകളും കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഉണ്ടാകുമോ? ഇല്ല. അതുകൊണ്ട് ഇനീഷ്യലി ഒരു ന്യൂട്രൽ ആറ്റത്തിന് എന്തില്ല? ഡൈപോൾ മൊമെൻറ്റ് ഇല്ല. ഇനി ഞാനൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് അല്ലേ? സ്റ്റാർട്ട് ചെയ്യുന്ന പോസിറ്റീവിലും എൻഡ് ചെയ്യുന്നത് നെഗറ്റീവിലേക്കാണ്. ഇവിടെ നോക്കി, ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജ് അപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ? ഇതേപോലെ. അപ്പം നെഗറ്റീവ് ചാർജുകളോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് പോസിറ്റീവ് സെൻറ്ററുകളും നെഗറ്റീവ് സെൻറ്ററും നമ്മൾ എന്തിൻ്റെ ഒരു റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട് അല്ലേ? അപ്പം ഈ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം ആര് ഇൻഡ്യൂസ് ചെയ്യപ്പെടും? ഒരു ഡൈപോൾ മൊമെൻ്റ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. കാരണം ഇപ്പം പോസിറ്റീവ് സെൻറ്ററും നെഗറ്റീവ് സെൻറ്ററും എന്താണ്? രണ്ടും രണ്ട് സ്ഥലത്തായി. അപ്പോൾ അവ തമ്മിലൊരു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ വന്നു. സോ ദർ വിൽ ഇൻഡ്യൂസ് എ ടൈനി ഡൈപോൾ മൊമെൻറ്റ് ഫോർ ന്യൂട്രൽ ആറ്റം വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അടുത്ത സംശയം എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമോ സാറേ എന്നുള്ളത്. ഇതൊരിക്കലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കില്ല. അതായത് ഇങ്ങനെ ഡൈപോൾ മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഡൈപോൾ മൊമെൻറ്റ് എന്ത് ചെയ്യും? ഒരു ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം ഡൈപോൾ മൊമെൻറ്റ് വിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതാണ്. അപ്പം ഈ ഡൈപോൾ മൊമെൻറ്റുകൾ എന്ത് ചെയ്യും? ഉള്ളിലുണ്ടായിട്ടുള്ള ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഡൈപോൾ മൊമെൻറ്റ് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റേർണലി ക്രിയേറ്റ് ചെയ്യും. ആ ഇൻറ്റേർണലി ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴാണോ നമ്മുടെ എക്സ്റ്റേർണലി അപ്ലൈഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ബാലൻസ് ചെയ്യുന്നത് അതുവരെ എന്ത് ചെയ്യുള്ളൂ? ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുകൾ എന്ത് ചെയ്യുള്ളൂ? ഡിസ്പ്ലേസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് അണ്ടർഗോ ചെയ്യുള്ളൂ. അതിനുശേഷം അതെന്ത് ചെയ്യും? അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു പാരഗ്രാഫിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വായിക്കാം. അറ്റ് ദിസ് പോയിന്റ് വി ക്യാൻ സേ ദാറ്റ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് പുഷ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ക്ലൗഡ് മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ടു ഫീൽഡ്. ഇതിനകത്ത് കാണിച്ച ഫിഗർ ആലോചിക്കാം. Okay, this will continues until an equilibrium is being established between the external field and the internal attraction between nucleus and electron cloud. അതാണ് ഞാൻ പറഞ്ഞ ഇന്റേർണലി അട്രാക്റ്റീവ് ഫീൽഡ് എന്ന് പറയുന്നതാണ് അവർ ഇന്റേർണലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇപ്പം നോക്കി, നമ്മൾ നേരത്തെ ഫിഗർ നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണ്.
നോക്കിയേ, ഇപ്പോൾ പോസിറ്റീവ്ലി ചാർജ് ഒരു സ്ഥലത്തായി, നെഗറ്റീവ്ലി ചാർജ് അടുത്ത സ്ഥലത്തായി. അപ്പം നമുക്ക് പറയാം ഈ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ആറ്റം ഇപ്പം അയണൈസ് ആയിട്ടുണ്ട് അല്ലേ. രണ്ട് ചാർജുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ പറയും അയണൈസ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പറയും ഇത് അയണൈസ്ഡ് അല്ല, ഇത് പോളറൈസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം പോളറൈസേഷൻ എന്താണെന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പോളറൈസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി സപ്പോസ് ഞാൻ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ഞാൻ കൂട്ടുകയാണ്. അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് എന്താണ് ഇവിടെ സംഭവിക്കുക? എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും? ഒരിക്കലുമല്ല. നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് ഈ ചാർജുകൾ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. എന്തിനാണ് ഇൻക്രീസ് ചെയ്യുന്നത്? കാരണം അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ബാലൻസ്ഡ് ആവുന്ന ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ബാലൻസ് ആവുന്നത് വരെ എന്ത് ചെയ്യും? ഈ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് സെൻറ്റർ ആൻഡ് നെഗറ്റീവ് സെൻറ്റർ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ് മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാവും, ഡിസ്റ്റൻസ് ആണ് കൂടുന്നത്. ചാർജുകൾ അവിടെ തന്നെ ഉണ്ടാവും, ആ ചാർജുകൾ തന്നെ ഉണ്ടാവുള്ളൂ, പക്ഷേ ആ ചാർജുകൾക്ക് മാറാൻ പറ്റില്ല. പക്ഷേ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് എന്ത് ചെയ്യും? അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം the induced dipole moment is proportional to the external electric field. കാരണം എന്താ? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ നമ്മളുടെ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടു, ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഡയറക്ഷൻ സെയിം അല്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ബാക്കോട്ട് അടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും സെയിം ആയിട്ടുള്ള ഡയറക്ഷൻ തന്നെയാണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊപ്പോർഷണാലിറ്റിയെ നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് P equal to induced dipole moment P equal to alpha into E. ഓക്കെ, അപ്പോൾ ഇവിടെ അറിയാത്ത ആൾ ആൽഫ മാത്രമാണ്. ആൽഫ ഈസ് കോൾഡ് ദ അറ്റോമിക് പോളറൈസിബിലിറ്റി. ഈ ആറ്റത്തിൻ്റെ അറ്റോമിക് പോളറൈസിബിലിറ്റി എന്നാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൽഫേനെ വിളിക്കുക. ഇനി ആൽഫയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ആൽഫ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡീറ്റെയിൽ സ്ട്രക്ചർ ഓഫ് ദ ആറ്റം. ആൽഫ എന്ന് പറയുന്ന ആൾ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? നമ്മുടെ ആറ്റത്തിൻ്റെ ആ സ്ട്രക്ചറിനെ, അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഡയമെൻഷനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം. നമുക്കത് പ്രൂവ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ രൂപത്തിൽ തന്നെ ഞാൻ അത് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ന്യൂട്രൽ ആറ്റം ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യും? ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ്. ഓക്കെ, ഇനി എക്സ്റ്റേണലി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് ഈ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ്. അതായത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണലി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് P ഈക്വൽ ടു ആൽഫ ഇൻറ്റു E, where ആൽഫ ഈസ് നോൺ ആസ് ദ അറ്റോമിക് അല്ലെങ്കിൽ മോളിക്യുലാർ ആണെങ്കിൽ മോളിക്യുലാർ പോളറൈസിബിലിറ്റി. അപ്പോൾ അറ്റോമിക് ഓർ മോളിക്യുലാർ പോളറൈസിബിലിറ്റി. ഓക്കെ, ഇനി പോളറൈസേഷൻ നമ്മൾ പറഞ്ഞു. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് സെൻറ്ററും നെഗറ്റീവ് സെൻറ്ററുകളും തമ്മിൽ എന്തായി? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, വിച്ച് ലീഡ്സ് ടു പോളറൈസ്ഡ് ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ എന്താണ് ഈ പോളറൈസേഷൻ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പോളറൈസേഷൻ ഈസ് ദ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഓഫ് എൻ ആറ്റം ഓർ മോളിക്യൂൾ ഇൻ എ ഡൈലക്ട്രിക് മീഡിയം അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇൻസുലേറ്ററിലെ ഒരു സ്പെഷ്യൽ കേസുകളാണ്, ഡൈലക്ട്രിക്കിൻ്റെ കേസ് വെച്ചിട്ടാണ്. കാരണം കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഇനി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻസുലേറ്ററിൽ അല്ലെങ്കിൽ ഡൈലക്ട്രിക്കിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാവുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡൈലക്ട്രിക് മീഡിയം എന്നുള്ള കേസ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം എന്താണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്? പോളറൈസേഷൻ ഈസ് ദ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ആറ്റത്തിലുള്ള അല്ലെങ്കിൽ ആ ന്യൂട്രൽ ആറ്റത്തിലോ മോളിക്യൂളിലുള്ള പോസിറ്റീവ് സെൻറ്റേഴ്സും നെഗറ്റീവ് സെൻറ്റേഴ്സ് ആയിട്ടുള്ള ചാർജുകൾ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പോളറൈസേഷൻ. പോളറൈസേഷൻ ഒരു വെക്ടറാണ്. പോളറൈസേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ P വെച്ചിട്ടാണ്, മാറിപ്പോരുത്. ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ
സ്മോൾ ലെറ്റർ പി വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. പോളറൈസേഷൻ ക്യാപിറ്റൽ പി വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയുമാണ്. ഓക്കെ, സോ പോളറൈസേഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, നോക്കാം. ഞാൻ നേരത്തെ കാണിച്ച അതേ ഒരു ഫിഗർ പോലെ തന്നെയാണ്. ഒരു ഡൈലക്ട്രിക് മീഡിയ ആണ് ഈ ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു ബോക്സ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത കാരണം പോസിറ്റീവ് സെൻറ്റേഴ്സും നെഗറ്റീവ് സെൻറ്റേഴ്സും ചെറിയതായിട്ടൊരു ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പം അത് തമ്മിലൊരു ചെറിയൊരു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഇവിടെ നോക്കാം. പോളറൈസേഷൻ എന്താ ചെയ്യുന്നത്? പോളറൈസേഷൻ ഇൻഡ്യൂസസ് എ ഡൈപോൾ മൊമെൻറ്റ് അല്ലേ? പോളറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, ആ മീഡിയത്തിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി പോളറൈസേഷൻ നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പോളറൈസേഷൻ്റെ ഒരു ബേസിക് ഡെഫിനിഷനാണ് പറഞ്ഞത്. ഇത് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിലോ നോക്കാം. പോളറൈസേഷൻ പി ഈസ് മെഷേർഡ് ആസ് ദ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ഡൈലക്ട്രിക് മീഡിയം. അതായത് ഏത് ഡൈലക്ട്രിക് മീഡിയത്തിലാണ് നമ്മൾ പോളറൈസേഷൻ മെഷർ ചെയ്യുന്നത്, അത് മെഷർ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം എത്ര ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു, ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഡൈപോൾ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ഡൈലക്ട്രിക് മീഡിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നതാണെന്ത്? പോളറൈസേഷൻ. അപ്പോൾ പോളറൈസേഷൻ മെഷർ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് പെർ വോളിയം ഓഫ് ദ ഡൈലക്ട്രിക് മീഡിയം. അതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എൻ്റെ ഡെഫിനേഷൻ ഞാൻ എന്ത് ചെയ്തു? മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. പോളറൈസേഷൻ പി ഈക്വൽ ടു, ഈ സ്മോൾ ലെറ്റർ പി എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ഇനി ഞാനിതിനെ എനിക്കിവിടെ വേണ്ടത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് എത്രയാണെന്ന് കാണുന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് കാണേണ്ടത് പോളറൈസേഷൻ അല്ല, പകരം ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ആണ് കാണേണ്ടതെങ്കിലോ ഞാൻ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യും അല്ലേ? ദാറ്റ് ഈസ് പി ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് പി ഈക്വൽ ടു പോളറൈസേഷൻ ഇൻറ്റു വോളിയം. ഓക്കെ, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വോളിയം ഇൻ്റഗ്രൽ പി ഇൻറ്റു ഡി ടോ. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു ചെറിയൊരു വോളിയം മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് ആ മെറ്റീരിയലുള്ള ടോട്ടൽ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പോളറൈസേഷനെ എൻറ്റയർ വോളിയത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. പി ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് പി ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ പി ഡി ടോ. വോളിയം ഇൻ്റഗ്രൽ ഡി ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വോളിയം ആണ് കേട്ടോ, അപ്പോൾ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സോ ഇതാണ് പോളറൈസേഷൻ. അപ്പോൾ പോളറൈസേഷൻ എന്ന് പറയുന്നത് it is the relative displacement of positive and negative centers under the influence of an external electric field ആണ്. പോളറൈസേഷൻ കാരണം ആര് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു? ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇനി പോളറൈസേഷൻ മെഷർ ചെയ്യുന്നത് റേഷ്യോ ഓഫ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം വെച്ചിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനി ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൂട്ടുന്നതിനനുസരിച്ച് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഡൈപോൾ മൊമെൻ്റ് വാല്യൂ കൂടുന്നു എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? അതായത് അത്തരം കേസ് നമ്മൾ സത്യം പറഞ്ഞത് ഒരു ഹോമോജീനിയസ് ഐസോട്രോപിക് മീഡിയ ആണ്. നിങ്ങൾക്കറിയാം ഐസോട്രോപിക് മീഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതും ആയിക്കോട്ടെ, ആ പ്രോപ്പർട്ടി എന്ത് തന്നെയായിരിക്കും? ആ ഡയറക്ഷനെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് ഏത് ഡയറക്ഷനാണെന്നതിനെ നോക്കേണ്ട ആവശ്യമില്ല, എല്ലാ സ്ഥലത്തും അതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അത്തരം മീഡിയത്തിന് നമ്മൾ വിളിച്ച പേരാണെന്ത്? ഐസോട്രോപിക് മീഡിയ അല്ലേ? അപ്പോൾ ഐസോട്രോപിക് മീഡിയത്തിലാണ് സത്യം പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇ വരുന്നത്. പക്ഷേ ഈ ഒരു മീഡിയം അനൈസോട്രോപിക് ആണെങ്കിലോ? നമുക്കറിയാം അനൈസോട്രോപിക് മീഡിയത്തിൽ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഡയറക്ഷനെ എന്ത് ചെയ്യാണ്? ഡിപ്പെൻഡ് ചെയ്യുന്ന കേസാണ് അല്ലേ? അത്തരം കേസുകളിൽ നമ്മൾ പറഞ്ഞു നമുക്കൊരിക്കലും ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല, പകരം വി വിൽ യൂസ് എ ടെൻസർ ഫോം അല്ലേ? ടെൻസർ ആയിട്ട് നമ്മൾ മാറ്റും. അപ്പോൾ നോക്കിയേ, ഞാൻ ഇതിനെ ഈ ഒരു കേസിനെ, ഈ ഒരു ഐസോട്രോപിക് കേസിന് ഞാൻ അനൈസോട്രോപിക് കേസാക്കി മാറ്റുകയാണെങ്കിൽ ഐ വിൽ യൂസ് എ മെട്രിക്സ് ഫോം ഓർ ടെൻസർ ഫോം. അപ്പോൾ നോക്കുക, പീനെ എനിക്ക് എന്ത് ചെയ്യാം? 3 ഡയമെൻഷൻ ആണെങ്കിൽ 3 കോമ്പണൻ്റ് ആയിട്ട് എനിക്ക് റിസോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് പി എക്സ്, പി വൈ, പി സെഡ് അല്ലേ? ആൽഫ അവിടെ കട്ടെ. ഇലക്ട്രിക് ഫീൽഡോ? ഇലക്ട്രിക് ഫീൽഡ് ഞാൻ 3 റിസോൾവ് ചെയ്തു. ഇനി ആൽഫ ഉണ്ട് അല്ലേ? ആൽഫ എന്ന് പറയുന്നത് അപ്പം എത്രയായിരിക്കും? ഒരു 9 കോമ്പണൻ്റ് ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടെൻസർ ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ആൽഫ എക്സ് എക്സ്, ആൽഫ എക്സ് വൈ, ആൽഫ എക്സ് സെഡ്. അത് നിങ്ങൾക്ക് അറിയാലോ, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. കാരണം ഓരോ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചും അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? പോളറൈസബിലിറ്റി മാറുന്നുണ്ട്. കാരണം പോളറൈസബിലിറ്റി ഇവിടെ അനൈസോട്രോപിക് മീഡിയത്തിലെ പോളറൈസബിലിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇവിടെ നമുക്കൊരു പേരും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് റീകോൾ ചെയ്യാം. ഈ ഒരു മെട്രിക്സ്, ഈ ഒരു 9 എലമെൻ്റ് ഉള്ള ഈ ഒരു 3x3 മെട്രിക്സ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്?
പോളറൈസിബിലിറ്റി ടെൻസർ. ശ്രദ്ധിക്കുക, അനൈസോട്രോപിക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ അനൈസോട്രോപിക് മീഡിയത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കണം. അതായത് ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടിയിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സിംഗിൾ കോമ്പണൻറ്റ് വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം ഓരോ ഡയറക്ഷൻ്റെ ഡിപ്പെൻഡൻസും കാണിക്കേണ്ടി വരും. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ആര്? ടെൻസർ ഫോർമാറ്റ് അല്ലെങ്കിൽ പോളറൈസിബിലിറ്റി ടെൻസർ. ഓക്കെ, ഇനി എനിക്ക് ഓരോ കോമ്പണന്റിലുള്ള ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഡൈപോൾ മൊമെന്റ് വേണമെന്ന് വിചാരിക്കുക. അതായത് പി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഡയറക്ഷനിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഡൈപോൾ മൊമെന്റ് ഇൻ ആൻ അനൈസോട്രോപിക് മീഡിയം. ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ ആൻ അനൈസോട്രോപിക് മീഡിയം. ഈക്വൽ ടു എന്ത് വരും? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അപ്പം ആൽഫ എക്സ് എക്സ് ഇൻറ്റു ഇ എക്സ് പ്ലസ് ആൽഫ എക്സ് വൈ ഇൻറ്റു ഇ വൈ പ്ലസ് ആൽഫ എക്സ് സെഡ് ഇൻറ്റു ഇ സെഡ്. അപ്പോൾ പി എക്സ് കിട്ടി. പി വൈ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പി വൈ ഈക്വൽ ടു ഇവിടുത്തെ സെക്കൻഡ് റോ ഈ കോളം മാട്രിക്സ് അല്ലേ. പിന്നെ പി സെഡ് കിട്ടണമെങ്കിൽ തേർഡ് റോ കോളം മാട്രിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? പി വൈയും പി സെഡും നമുക്ക് കിട്ടും. അതായത് പി എക്സ് പി വൈ പി സെഡ് എന്നൊക്കെ പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് ഇൻ എക്സ് വൈ ആൻഡ് സെഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതിനകത്ത്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് എടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് ഒരു അനൈസോട്രോപ്പിക് ആയിട്ടുള്ള ഒരു മീഡിയമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആറ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുക്കുന്നത് ശ്രദ്ധിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ഹാസ് എ പോളറൈസിബിലിറ്റി ഓഫ് 4.5 × 10⁻40 കൂളം സ്ക്വയർ മീറ്റർ പെർ ന്യൂട്ടൺ. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ വാല്യൂ എപ്പം വെൻ വി അപ്ലൈഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ആക്സിസ് ഓഫ് ദ മോളിക്യൂൾ. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൻ്റെ ആക്സിസിലൂടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോളറൈസിബിലിറ്റിൻ്റെ വാല്യൂ ആണ് ആര്? ഇയാൾ. ഓക്കെ, ഇനി ഇത് ഞാൻ ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിലോ നോക്കാം. ഇതാ, ബട്ട് ഓൺലി 2 × 10⁻40 കൂളം സ്ക്വയർ മീറ്റർ പെർ ന്യൂട്ടൺ ഫോർ ഫീൽഡ്സ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. അതായത് ഫീൽഡ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോളറൈസിബിലിറ്റിൻ്റെ വാല്യൂ എത്രയേ ഉള്ളൂ? 2 × 10⁻40. അപ്പോൾ രണ്ട് വാല്യൂ സെയിം ആണോ? അല്ല. അതായത് ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കേസുകൾ നമുക്ക് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നീഡ് എ ടെൻസർ ഫോർമാറ്റ്. അതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വി ഷുഡ് റിസോൾവ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടു 2 കോമ്പണൻസ്. അതായത് ഓരോ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ മാറ്റേണ്ടി വരും. അതായത് ഇവിടെ പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ കോമ്പണൻ്റ് ആയിട്ട് മാറ്റേണ്ടി വരും നടത്തും. സോ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് പി ഈക്വൽ ടു ആൽഫ പെർപെൻഡിക്കുലർ ഇൻറ്റു ഇ പെർപെൻഡിക്കുലർ പ്ലസ് ആൽഫ പാരലൽ ഇൻറ്റു ഇ പാരലൽ. ഇവിടെ പാരലൽ കോമ്പണൻറ്റും പെർപെൻഡിക്കുലർ കോമ്പണൻറ്റും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ചെറുതായിട്ട് ഞാൻ ഈ രൂപത്തിൽ എഴുതി. പക്ഷേ ഇവിടെ നോക്കുക, ഇവിടെ സിംഗിൾ കോമ്പണൻ്റ് അല്ല, ഇവിടെ തന്നെ എന്ത് വരുന്നുണ്ട്? 2 കോമ്പണൻറ്റ് വന്നു എന്നർത്ഥം. ഓക്കെ, സോ ഇതാണ് ഒരു അനൈസോട്രോപിക് മീഡിയത്തിലുള്ള പ്രത്യേകത. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഡിസ്കഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ രൂപത്തിൽ തന്നെയാണ്. വാട്ട് ആർ പോളാർ ആൻഡ് നോൺ പോളാർ ഡൈലക്ട്രിക്? എക്സ്പ്ലെയിൻ. എന്താണ് പോളാർ ആൻഡ് നോൺ പോളാർ ഡൈലക്ട്രിക്സ് എന്നുള്ളത്? അപ്പോൾ ഞാനൊരു ഇനീഷ്യലായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ ഞാൻ തരാം. നമ്മൾ പോളറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ വാട്ടർ മോളിക്യൂൾ അറിയാം. വാട്ടർ മോളിക്യൂൾ എന്ത് മോളിക്യൂളാണ്? പോളാർ മോളിക്യൂളാണ്. എന്തുകൊണ്ട് അതിനെ പോളാർ മോളിക്യൂൾ എന്ന് വിളിക്കാൻ കാരണം? അതായത് അതിൻ്റെ പോസിറ്റീവ് സെൻറ്റേഴ്സും നെഗറ്റീവ് സെൻറ്റേഴ്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും അല്ലേ? അതുകൊണ്ടാണ് അത്തരം മോളിക്യൂൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പോളാർ മോളിക്യൂൾ. പോസിറ്റീവ് സെൻറ്റേഴ്സും നെഗറ്റീവ് സെൻറ്റേഴ്സും സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന കേസാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പോളാർ മോളിക്യൂൾ. ആലോചിക്കുക, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലാത്ത കേസുകളുള്ളതാണ് കേട്ടോ പറയുന്നത്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കേസ്, അതവിടെ നിൽക്കട്ടെ. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്യാതെ നോർമൽ കണ്ടീഷനിൽ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സുകൾ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത്തരം മോളിക്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പോളാർ മോളിക്യൂൾ. അപ്പോൾ നോൺ പോളാർ എന്തായിരിക്കും? ഇത്തരത്തിൽ പോസിറ്റീവ് സെൻറ്റേഴ്സും നെഗറ്റീവ് സെൻറ്റേഴ്സും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റാത്ത കേസ് അല്ലേ? അപ്പോൾ നോക്കാം, നോൺ പോളാർ ആൻഡ് പോളാർ ഡൈലക്ട്രിക്സ്. ഫസ്റ്റ് ഞാൻ നോൺ പോളാർ വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നോക്കുക, ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഡൈലക്ട്രിക് മെറ്റീരിയലാണ്. ആ ഡൈലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഉള്ളിലുള്ള ആറ്റം അല്ലെങ്കിൽ മോളിക്യൂളാണ് ഞാൻ ഈ ചെറിയൊരു റൗണ്ടായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതിലെ പ്രത്യേകത നോക്കിയേ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ഞാൻ ആ സിംഗിൾ സർക്കിളിൻ്റെ ഉള്ളിലാണ് ഇട്ടത്. എന്തതിന് കാരണം? അതായത് നോൺ പോളാർ ഡൈലക്ട്രിക്കിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു പോസിറ്റീവ് സെൻറ്റേഴ്സും നെഗറ്റീവ് സെൻറ്റേഴ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. അതായത് ഇവരെങ്ങനെയായിരിക്കും? ഈ സെൻറ്ററുകൾ, പോസിറ്റീവ് സെൻറ്റർ ആൻഡ് നെഗറ്റീവ് സെൻറ്റർ എങ്ങനെയായിരിക്കും? കോയിൻസൈഡ്സ് ഈച്ച് അതർ ആയിരിക്കും, ഒരുമിച്ച് കൂടിച്ചേർന്നുള്ള രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ചാർജസ് ഇല്ല. ഓക്കെ, സോ ദ ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു
0. അതായത് ഓർഡിനറി കണ്ടീഷനിൽ ഒരു നോൺ പോളാർ ഡൈലക്ട്രിക്കിൻ്റെ ഡൈപോൾ മൊമെന്റ് എന്താണ്? 0 ആണ്. കാരണം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് ആർ കോയിൻസൈഡ്സ് ഈച്ച് അതർ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ പോളാർ ഡൈലക്ട്രിക്കിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? പോളാർ ഡൈലക്ട്രിക്കിൽ ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂൾ എന്താണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇതാ ഈ ഒരു ഫിഗർ നോക്കിയേ. ഈ ഒരു ഫിഗറിൽ നമ്മൾ 3 മോളിക്യൂൾ അടുത്ത് ഒന്നത് നോക്കിയേ. ഇവിടെ നെഗറ്റീവ് സെൻറ്റർ, പോസിറ്റീവ് സെൻറ്റർ, ഇത് നെഗറ്റീവ് സെൻറ്റർ, പോസിറ്റീവ് സെൻറ്റർ, നെഗറ്റീവ് സെൻറ്റർ, പോസിറ്റീവ് സെൻറ്റർ. അപ്പം ഈ മോളിക്യൂളിലൊക്കെ ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് സെൻറ്റേഴ്സും നെഗറ്റീവ് സെൻറ്റേഴ്സും തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത്തരം മോളിക്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പോളാർ മോളിക്യൂൾ. അല്ലെങ്കിൽ ഇത്തരം മോളിക്യൂൾ കാരണം ഉണ്ടാവുന്ന ഡൈലക്ട്രിക് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പോളാർ ഡൈലക്ട്രിക്. ഓക്കെ, ഇനി പോളാർ ഡൈലക്ട്രിക്കിൻ്റെ കേസിൽ നോക്കാം. ഹിയർ there exists a permanent electric dipole moment for each molecule. ശ്രദ്ധിക്കുക, വേർഡിങ് ശ്രദ്ധിക്കണം. There exists permanent electric dipole moment for each molecules even in the absence of external electric field. എന്താ അതിനർത്ഥം? ഈ ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂളായിട്ട് ഞാൻ എടുക്കുക. അതാ ഈ ഒരു മോളിക്യൂൾ മാത്രം ഞാൻ തൽക്കാലം എടുത്തു എന്ന് വിചാരിക്കാം. ഈ മോളിക്യൂൾ മാത്രം എടുക്കുന്ന സമയത്ത് ഇതിന് എന്തുണ്ട്? നെഗറ്റീവ് സെൻറ്റേഴ്സും പോസിറ്റീവ് സെൻറ്റേഴ്സും തമ്മിൽ ചെറിയ സെപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് അതിന് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട് അല്ലേ? ഇനി അതല്ല, ഞാൻ ഈ ഒരു മോളിക്യൂളാണ് എടുക്കുന്നത് വിചാരിക്കുക. ഈ മോളിക്യൂൾ എടുക്കുകയാണെങ്കിലും അതിനും എന്തുണ്ട്? ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. പക്ഷേ ഡയറക്ഷൻ നോക്കുക. ഇതിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ്, ഈ ഒരു ഡയറക്ഷനാണ് ഇതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ. ഇതിൻ്റെയോ ഈ ഒരു ഡയറക്ഷൻ അല്ലേ? അപ്പം ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂളിനും ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഡൈലക്ട്രിക് ആസ് എ ഹോൾ നോക്കിക്കഴിഞ്ഞാലോ, നോക്കുക ദാ, ബട്ട് ഡ്യൂ ടു ഇറ്റ്സ് റാൻഡം ഓറിയൻറ്റേഷൻ ദ നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഈസ് 0. ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂളിനും ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കുക, ഈ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മോളിക്യൂൾസ് ഒക്കെ പല രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പം ഓരോ ഡൈപോൾ മൊമെൻറ്റിൻ്റെയും ഡയറക്ഷൻ എങ്ങനെയാണ്? ഓരോ രീതിയിലാണ്. അപ്പോൾ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു റാൻഡം ഓറിയൻറ്റേഷൻ കാരണം ഈ ഒരു പോളാർ ഡൈലക്ട്രിക്കിൻ്റെയും നെറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്താണ്? 0 ആണ്. ഓക്കെ, ക്ലിയർ ആയോ എന്ന് ആലോചിക്കുക. ഡൈപോൾ മൊമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഡൈലക്ട്രിക് ആസ് എ ഹോൾ എടുക്കുമ്പോൾ അതിന് നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. ഈ ഒരു ഡൈലക്ട്രിക്കിലെ ഓരോ ഇൻഡിവിജ്വൽ പോളാർ മോളിക്യൂളിന് എടുത്തു കഴിഞ്ഞാൽ അതിന് പെർമനൻ്റ് ആയിട്ടുള്ള ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ടിലും ഞാൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നോൺ പോളാറിൽ എന്താ സംഭവിക്കുന്നത്? ഈ പോസിറ്റീവ് സെൻറ്റേഴ്സും നെഗറ്റീവ് സെൻറ്റേഴ്സും സെപ്പറേറ്റ് ആവും, അല്ലെങ്കിൽ ദർ വിൽ ബി എ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെ അല്ലേ? അപ്പം അത് കാരണം എന്തുണ്ടാവുന്നുണ്ട്? ഇപ്പം ഇവിടെ ഒരു ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ശ്രദ്ധിക്കുക, പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് അല്ല, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ്. എന്തുകൊണ്ടാണ് ഇൻഡ്യൂസ് എന്ന് പറയാൻ കാരണം? മറ്റൊരു ഏജൻസി കാരണമാണ് ഇവിടെ ഡൈപോൾ മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് അല്ലേ? ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ എങ്ങനെയാണ്? അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയല്ലേ? നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലേ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ? സോ the direction of induced dipole moment and applied electric field are same. ഇനി പോളാർ ഡൈലക്ട്രിക്കിൻ്റെ കേസിലും സെയിം സാധനം തന്നെയാട്ടോ വരുന്നത്. കാരണം എന്താ? ഇതൊരു റാൻഡം ഓറിയൻറ്റേഷൻ ആയിരുന്നു. പക്ഷേ ആ റാൻഡം ഓറിയൻറ്റേഷൻ മാറിയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പെർട്ടിക്കുലർ അലൈൻമെൻ്റ് ആയിട്ട്, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ, അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? അലൈൻ ചെയ്യുന്ന രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റാൻഡം ഓറിയൻറ്റേഷൻ ഇല്ല. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് സെൻറ്ററുകളൊക്കെ ഒരു സൈഡിലും നെഗറ്റീവ് സെൻറ്ററുകളൊക്കെ ഒരു സൈഡിലും ആയിട്ട് മാറും. അപ്പം പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ്, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് അവിടെയും ക്രിയേറ്റ് ചെയ്യപ്പെടും. നോക്കാം. അപ്പോൾ ആദ്യം നോൺ പോളാറിൽ എഴുതി നോക്കുക. ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മോളിക്യൂൾസ് റീഓറിയൻറ്റ് ദംസെൽഫ് ആൻഡ് സബ്സ്റ്റൻസ് പോസസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എൻഡ്സ് അല്ലേ? അതായത് ഇവിടെ ഉണ്ടായിരുന്നതിന് പകരം പോസിറ്റീവ് എൻഡ്സ് ഈ സൈഡിലും നെഗറ്റീവ് എൻഡ്സ് ഈ സൈഡിലും ഉണ്ടാവുന്നു. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി പോളാറിലെ കേസിലാണെങ്കിലും സെയിം സാധനം തന്നെയാണ്. പക്ഷേ ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഒരു റാൻഡം ഓറിയൻറ്റേഷൻ ആയിരുന്നു. ആ റാൻഡം ഓറിയൻറ്റേഷൻ മാറിയിട്ട് ഒരു പെർട്ടിക്കുലർ അലൈൻമെൻറ്റ്, ഡയറക്ഷൻ്റെ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു? ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂളും മാറി. അപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയും ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ ഇതാണ് പോളാർ ആൻഡ് നോൺ പോളാർ ഡൈലക്ട്രിക്സിൻ്റെ പ്രത്യേകത. നോൺ പോളാറിന് ഒരിക്കലും പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവില്ല. നോൺ പോളാറിന് ഒരിക്കലും പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവില്ല. പോളാറിന് ഡൈപോൾ മൊമെൻ്റ്, ഓരോ മോളിക്യൂളിന് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. പക്ഷേ ആസ് എ ഹോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഡൈലക്ട്രിക്കിന് എന്തുണ്ടാവില്ല? പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവില്ല, ഡ്യൂ ടു ഇറ്റ്സ് റാൻഡം ഓറിയൻറ്റേഷൻ. പക്ഷേ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി രണ്ടിനും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ,
ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് എ പോയിന്റ് ന്യൂക്ലിയസ് പ്ലസ് ക്യൂ സറൗണ്ടഡ് ബൈ എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ക്ലൗഡ് മൈനസ് ക്യൂ ഓഫ് റേഡിയസ് എ. കാൽക്കുലേറ്റ് ദ അറ്റോമിക് പോളറൈസിബിലിറ്റി ഓഫ് സച്ച് ആറ്റം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇടാനുള്ള കാരണം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റോമിക് പോളറൈസിബിലിറ്റി ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്താണെന്ന് ഓർമ്മയുണ്ടോ? അറ്റോമിക് പോളറൈസിബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലേ, അതായത് ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം ഇട്ടിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്കാം. സോ ഇതാണ് എൻ്റെ ഇനീഷ്യലി ആയിട്ടുള്ള ഒരു ആറ്റം എന്ന് വിചാരിക്കാം. അപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം ഞാൻ വരച്ചതാണ് പോസിറ്റീവ് സെൻറ്റർ, ചുറ്റും ഇലക്ട്രോൺ ക്ലൗഡ്. ഓക്കെ, ഇനി ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദർ വിൽ ബി എ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഈ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഏതുവരെ തുടരും? നമ്മൾ ഈ ഇൻറ്റേർണലി ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡൈപോൾ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും ബാലൻസ് ചെയ്യുന്നത് വരെ. ഓക്കെ, സോ നോക്കാം. Suppose D is the displacement of nucleus under the influence of external electric field E until an equilibrium is reached between external and internal electric field. Okay, അപ്പോൾ E എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. E എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫീൽഡാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഈ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡൈപോൾ മൊമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ ക്ലൗഡ് ആണ് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും? ഇതിനൊരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് അല്ലേ. അപ്പം നോക്കുക, ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് d ഫ്രം ദ സെൻറ്റർ ഓഫ് യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ എന്തായിരിക്കും? ഇ, അതായത് നമ്മൾ ഈ ഡൈപോൾ മൊമെൻറ്റ്, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഇ ഈക്വൽ ടു 1/4πε0 QD/AQ. ശ്രദ്ധിക്കുക, ഇവിടെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ്, അതായത് റേഡിയസ് എത്രയാണ്? എ ആണ്. അപ്പോൾ അതുവരെ ഉള്ളത് മതി. ആ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ആ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ റേഞ്ച് അതുവരെ ഉള്ളൂ. അതും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും കൂടെ ബാലൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേസിൽ ഏത് വരെ എടുത്തിട്ടുള്ളത്? എ വരെ എടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഇക്വേഷൻ എന്താ? 1/4πε0 P/r³ നമ്മൾ കൊടുക്കുക അല്ലേ. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ ആറിന് പകരം എന്താണ്? എ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. സർഫസ് വരെ മതി, അതുകൊണ്ട് R = A എന്നുള്ള സിറ്റുവേഷൻ കൊടുത്തു. ഇത് ഇൻറ്റേർണലി ഇലക്ട്രിക് ഫീൽഡാണ്. നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഏതുവരെ തുടരും? ഇക്വിലിബ്രിയം വരെ അല്ലേ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ E = E ആവുന്നത് വരെ. അപ്പം നോക്കുക, ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4πε0 QD/A³ അറ്റ് ഇക്വിലിബ്രിയം. മനസ്സിലാക്കണം, ഇക്വിലിബ്രിയത്തിലുള്ള വാല്യൂ ആണ്. ഇനി വാട്ട് ഈസ് QD? എന്താ QD എന്ന് പറഞ്ഞാൽ എന്താ? സിൻസ് QD ഈസ് ദ ഡൈപോൾ മൊമെൻറ്റ്, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ആണ് ആര്? പി എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ QD എന്ന് പറയുന്നത്. അപ്പം ഈ ഇക്വേഷൻ ഞാൻ ചെറുതായിട്ടൊന്ന് റീപ്ലേസ് ചെയ്യാണ്. സോ ഈക്വൽ ടു 1/4πε0 P/AQ. ക്ലിയർ ആണല്ലോ അല്ലേ. ഓക്കെ, ഇനി സോ ഞാനൊന്ന് ചെറുതായിട്ട് റീഅറേഞ്ച് ചെയ്തു. സോ P ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് P ഈക്വൽ ടു 4πε0 A³ ഇൻറ്റു E. കാരണം E ഈക്വൽ ടു 1/4πε0 P/AQ ഉണ്ടായിരുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ടേമിൽ വേണം. കാരണം എനിക്ക് വേണ്ടത് എന്താണ്? പോളറൈസിബിലിറ്റീൻ്റെ കാര്യമാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ, ആ ഒരു ജനറൽ രൂപത്തിലാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. സോ P ഈക്വൽ ടു ദിസ് വാല്യൂ 4πε0 A³ ഇൻറ്റു E, വേർ E ഈസ് ദ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇനി നമുക്കറിയുന്ന കാര്യമാണ് എന്താ? ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇ അല്ലേ, ആൽഫ ഇൻറ്റു ഇ. അപ്പം ഇത് രണ്ടും കൂടി ഇനി കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ റീഅറേഞ്ച്മെൻറ്റ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആൽഫ ഈക്വൽ ടു എന്ത് വരും? ആൽഫ ഈക്വൽ ടു 4πε0 A³. ഓക്കെ, ഇവിടെ 4πε0 ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ. A³ എന്താ? A³ എന്ന് പറയുന്നത് റേഡിയസിൻ്റെ ക്യൂബ് അല്ലേ, അതായത് അതിൻ്റെ ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അർത്ഥം. കുറച്ചും കൂടെ സ്പെസിഫിക് ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഇക്വേഷനെ വോളിയത്തിൻ്റെ ടേമിലേക്ക് ആക്കാൻ പോവാം. ഒരു സ്ഫിയർ അല്ലേ നമ്മൾ എടുത്തത്, സ്ഫിയറിക്കൽ സ്ട്രക്ചർ അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. സ്ഫിയറിൻ്റെ വോളിയം എത്രയാണ്? 4/3πr³ ഇവിടെ R എന്ന് പറയുന്നത് A, അപ്പോൾ 4/3πA³ അല്ലേ. അപ്പോൾ അതാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിൽ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഒരു ഇക്വേഷൻ്റെ ന്യൂമറേറ്ററിൽ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിനോമിനേറ്ററിൽ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഡിനോമിനേറ്ററിലുള്ള 3 അല്ലേ, 4/3πA³ എന്ന് പറയുന്നത് എന്താണ്? വോളിയമാണ്. പക്ഷേ ന്യൂമറേറ്ററിൽ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലേ, അപ്പോൾ 3യും ഇവിടെ ഒരു ε0 ഉണ്ട്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഐഡിയ ഇത്ര മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4/3πA³ കിട്ടും. അതെന്ന് പറയുന്ന വോളിയം ഓഫ് ദ ആറ്റമാണ്. നമ്മളെടുത്ത് കൺസിഡർ ചെയ്തിട്ടുള്ള
ആറ്റത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ എ ക്യൂബാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അറ്റോമിക് പോളറൈസിബിലിറ്റി ആൽഫ ഈക്വൽ ടു 4πε0 എ ക്യൂബ് അല്ലെങ്കിൽ 3ε0 വി ഈസ് ദ വോളിയം ഓഫ് ദ ആറ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും ഈ ആൽഫ പോളറൈസിബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ വോളിയം അല്ലെങ്കിൽ ഡീറ്റെയിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു.